ശ്രീ എം പി രാജേഷ്, അപ്പോൾ പ്രിയപ്പെട്ട രണ്ട് ടീമുകളാണ്, നടുക്ക് പോർച്ചുഗൽ മാറ്റി നിർത്തിയാൽ പ്രിയപ്പെട്ട രണ്ട് ടീമുകളാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ അതിൽ ഒരു പക്ഷത്ത് നിൽക്കുക ഒരു കളി ആരാധകനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണോ? തീർച്ചയായിട്ടും നമ്മൾ ഹൃദയം കൊണ്ട് അർജൻറ്റീനയുടെ കൂടെയാണ്. എന്നാൽ സ്പെയിനും എനിക്ക് ഇഷ്ടപ്പെട്ട ടീമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രസീലും ഇഷ്ടപ്പെട്ട ടീമാണ്. ഒരു ടീമിനോട് പ്രത്യേകമായ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിനർത്ഥം മറ്റെല്ലാ ടീമുകളെയും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതോ മികച്ച കളിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല. നിർഭാഗ്യവശാൽ പലരും അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ മത്സരത്തിൽ വളരെ ഒരു കടുത്ത മത്സരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തന്ത്രങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും ഈ മത്സരത്തിൽ. വസ്തുതാപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്പെയിൻ ഏറ്റവും കുറച്ച് ഗോൾ വഴങ്ങിയിട്ടുള്ള ഒരു ടീമാണ്. അർജൻറ്റീനയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ടീമുകളുടെ കൂട്ടത്തിലും അർജൻറ്റീന വരും. അപ്പോൾ അതിൽ ശക്തി ദൗർബല്യങ്ങൾ ടീമുകളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾ കീപ്പർമാരെടുത്താൽ ഉനായ് സിമോൺ അസാമാന്യമായിട്ടുള്ള ഫോമിൽ കളിക്കുന്ന ഗോൾ കീപ്പറാണ് സ്പെയിനിൻ്റെ. ആകെ ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് എന്ന് മാത്രമല്ല 650 മിനിറ്റ് ക്ലീൻ ഷീറ്റായിരുന്നു. അപ്പുറത്ത് എമിലിയാനോ മാർട്ടിനസും മികച്ച ഗോൾ കീപ്പറാണ്, കഴിഞ്ഞ ലോകകപ്പിലെ ഗോൾഡൻ ഗ്ലൗ നേടിയിട്ടുള്ള ആളാണ്. പക്ഷേ അതേ ഫോമിലാണ് ഇപ്പോൾ അദ്ദേഹം എന്ന് പറയാനാവില്ല. അദ്ദേഹം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൽ അതേ ഫോം നിലനിർത്തുന്നു എന്ന് പറയാനാവില്ല. അവിടെ അല്പം മുൻതൂക്കം സ്പെയിനിന് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിരോധത്തിൻ്റെ കാര്യം എടുത്താലും സ്പെയിനിൻ്റെ പ്രതിരോധം ഇപ്പോൾ ആർക്കും തർക്കമില്ലാത്ത തരത്തിൽ കിടയറ്റ പ്രതിരോധമാണ്. ലപ്പാർട്ടയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിര വളരെ ശക്തമാണ്. 19 വയസ്സുള്ള പൗ കുബർസെ പോലുള്ള മികച്ച താരങ്ങൾ പ്രതിരോധത്തിൽ അണിനിരക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ അർജൻറ്റീനയുടെയും മികച്ച പ്രതിരോധമാണ്. പക്ഷേ രണ്ട് വിങ്ങിൽ കളിക്കുന്ന അവരുടെ പ്രതിരോധ നിരക്കാർ, ഒന്ന് മൊളീനോയും അതുപോലെ ഇപ്പുറത്ത് നിക്കോളാസ് തൊഗ്ലിയ ഫിക്കിയും, അവർ രണ്ടുപേരുടെയും വേഗം കുറവാണ് എന്നൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ വേഗമേറിയിട്ടുള്ള നീക്കങ്ങളെ തടയുന്നതിൽ അവർക്ക് എത്രത്തോളം കഴിയും എന്നത് പ്രധാനപ്പെട്ടതാണ്. മധ്യനിരയിൽ രണ്ട് ടീമുകളും ശക്തമാണ്. മിഡ്ഫീൽഡിൽ യഥാർത്ഥത്തിൽ കളി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ വിധി നിർണ്ണയിക്കുന്നത് മിഡ്ഫീൽഡിൽ ആധിപത്യമാണ്. മിഡ്ഫീൽഡിൽ രണ്ട് ടീമുകളും ശക്തമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അർജൻറ്റീനയിലെ മിഡ്ഫീൽഡിനെ നിയന്ത്രിക്കുന്നത് എൻസോ ഗോൺസാൽവസ് ആണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഏറ്റവും മികച്ച യുവതാരമായിരുന്നു എൻസോ ഗോൺസാൽവസ്. ഇപ്പുറത്ത് സ്പെയിനിൻ്റെ പ്ലേ മേക്കറായിട്ടുള്ളത് റോഡ്രിയാണ്. അവരുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള റോഡ്രിയാണ് പ്ലേ മേക്കർ. യഥാർത്ഥത്തിൽ ഫ്രാൻസിനെതിരായിട്ടുള്ള സെമിഫൈനൽ, ഫ്രാൻസ് ഒരു അസാമാന്യ ടീമായിരുന്നല്ലോ. ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട ടീമാണ്. ഏറ്റവും മികച്ച ആക്രമണ നിരയിലുള്ളൊരു ടീമാണ്. ഫ്രാൻസിൻ്റെ താളം തെറ്റിച്ചത് മധ്യനിരയിൽ സ്പെയിൻ നേടിയിട്ടുള്ള ആധിപത്യത്തിലൂടെയാണ്. ഫ്രാൻസിൻ്റെ ഈ പാസിംഗ് ലൈൻ മുഴുവൻ ബ്ലോക്ക് ചെയ്യാൻ സ്പെയിനിന് കഴിഞ്ഞു. പന്ത് കൈവശം വെക്കാനും പന്ത് കൈവശം വെച്ചുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള സമയത്ത് ആക്രമണം നടത്താനും സ്പെയിനിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ മധ്യനിരയിൽ ആധിപത്യം പ്രധാനമാണ്. ഇവിടെ രണ്ട് ടീമുകളും മധ്യനിരയിൽ നല്ല മികച്ച കളിക്കാരുള്ള എൻസോ ഗോൺസാൽവസിനെ പോലെ, അപ്പുറത്ത് റോഡ്രിയെ പോലുള്ള കളിക്കാരുള്ള ടീമുകളാണ് ഈ രണ്ട് ടീമുകൾ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇതിലെ പ്രകടനം, മിഡ്ഫീൽഡിലെ പ്രകടനമായിരിക്കും ഏറ്റവും നിർണായകമാവുക. സ്പെയിൻ നേരിടുന്ന ഒരു പ്രശ്നം മികച്ച ഫിനിഷർമാരില്ല എന്നുള്ളതാണ്. എന്നാൽ അപ്പുറത്ത് അൽവാരസിനെ പോലെ, അൽവാരസ് ഇപ്പോൾ നല്ല ഫോമിലാണ് കളിക്കുന്നത്, ഉള്ള ആളുകളുണ്ട്. മെസ്സിയുടെ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ മെസ്സിയുടെ നീക്കങ്ങൾ, മെസ്സിയുടെ പാസ്, ഇതെല്ലാം ഏതൊരു സ്ട്രൈക്കറെ സംബന്ധിച്ചും ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ നോക്കൂ, ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള 2 ഗോളുകൾ 85 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ആ 2 ഗോളുകൾ നോക്കിയാൽ മെസ്സിയുടെ ക്ലാസ്, എന്തുകൊണ്ട് മെസ്സി ഒരു ഇതിഹാസ താരമാവുന്നു എന്ന് വ്യക്തമാവും. ഇപ്പോൾ ഒരു ഷോർട്ട് കോർണറിൽ നിന്ന് കിട്ടിയ പന്ത് പ്രതിരോധ നിര മുഴുവൻ മെസ്സി ബോക്സിലേക്ക് കൊടുക്കും എന്ന് കരുതി അവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് അകറ്റിയിട്ടാണ് വളരെ അപ്രതീക്ഷിതമായിട്ട്, ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ബോക്സിന് പുറത്തൊറ്റപ്പെട്ട് നിൽക്കുന്ന എൻസോ ഗോൺസാൽവസിലേക്ക് മെസ്സി പാസ് ചെയ്യുന്നത്. അതൊരു തകർപ്പൻ അടിയോടുകൂടി പോസ്റ്റിൻ്റെ വലത് മൂലയിലേക്ക് അടിച്ചു കയറ്റുകയാണ്. നല്ല ഫോമിലുള്ള പിക്ഫോർഡിനെ കബളിപ്പിച്ചുകൊണ്ട് ആ പന്ത് ഗോളാവുന്നു. ഈക്വലൈസർ വരുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ വീണ്ടും ഇതുപോലൊരു ഈ പന്ത് ഫുട്ബോൾ കാലുകൊണ്ട് മാത്രമല്ല ബുദ്ധി കൊണ്ടുകൂടി കളിക്കാനുള്ള കളിയാണ് ആണ് മെസ്സി പഠിപ്പിച്ചത്. മെസ്സിയുടെ മികവ് ശാരീരികമായിട്ടുള്ള മികവ് അല്ലെങ്കിൽ ഡ്രിബ്ലിംഗ് മികവ്, പാസിലെ മികവ് മാത്രമല്ല, അതിന് മുമ്പ് അതിൽ പ്രയോഗിക്കുന്ന ബുദ്ധിയാണ്. ഇപ്പോൾ ആ പന്തുമായിട്ട് മെസ്സി
പ്രതിരോധ നിരയെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് ചുവടുകൾ വെക്കുമ്പോൾ ആ ചുവടുകൾ ഏറ്റവും നിർണായകമാവുകയാണ്. അപ്പോൾ പ്രതിരോധ നിരയുടെ മുഴുവൻ ശ്രദ്ധ മെസ്സിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ നിമിഷത്തിൽ പന്ത് റിലീസ് ചെയ്യുന്നു. ഒന്നാം തരം ഒരു ക്രോസ്, ഒരു തല അവിടെ വെച്ച് കൊടുത്താൽ മാത്രം മതി പന്ത് പോസ്റ്റിലെത്തും എന്ന നിലയിലുള്ള ഒരു ക്രോസ് മെസ്സി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തള്ളികയിൽ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആ ഒരു ഘടകമുണ്ട്, മെസ്സി എന്നൊരു ഘടകം തീർച്ചയായിട്ടുണ്ട്. അപ്പുറത്ത് യമാലുണ്ട്. വളരെ കൗതുകകരമായിട്ടൊരു താരതമ്യം, മെസ്സിയുടെ കളി ജീവിതം തുടങ്ങുമ്പോൾ ജനിച്ച ആളാണ് യമാൽ. ഇപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ച് ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു